അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നും നമ്മളൊരു KSRTC ബസ് എടുത്ത് കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ചെന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് മുംബൈയിലേക്കാണ് പോകേണ്ടത്. സോ കൊച്ചിയിൽ നിന്നും നമ്മളൊരു ഫ്ലൈറ്റ് എടുത്ത് അന്ന് രാത്രിയോടുകൂടി മുംബൈയിലേക്ക് എത്തി. മുംബൈയിലെ ഗസ്റ്റ് ഹൗസിലാണ് അന്ന് സ്റ്റേ ചെയ്തത്. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം പ്രീ ജോയിനിങ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മുംബൈ ഓഫീസിൽ. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഉള്ളത് ജപ്പാനിലാണ്. സോ നമുക്ക് ജപ്പാനിലേക്കാണ് ഫ്ലൈ ചെയ്യേണ്ടത്. മുംബൈയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഡൽഹിയിലെത്തിയതിനു ശേഷം നമ്മൾ ജപ്പാനിലെ ഹനിഡെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലേക്കാണ് കയറിയത്. ഹനിഡയിൽ എത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഫ്ലൈറ്റ് കൂടി കയറാനുണ്ട്. മത്സുയാമയിലേക്കുള്ള ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. അങ്ങനെ ഒരു 8-9 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ ടോക്കിയോയിലെ ഹനിഡെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഹനിഡയിൽ നിന്നും നമുക്ക് മത്സുയാമയിലേക്ക് പോകുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് കയറേണ്ടത്. പക്ഷേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ഹനിഡയിൽ നിന്നും മത്സുയാമയിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്കാണ് കയറിയത്. അവിടെ നിന്ന് നമ്മൾ ഒരു 2-3 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ മത്സുയാമയിലേക്ക് എത്തി. ഫൈനലി മത്സുയാമ എയർപോർട്ടിൽ നിന്നും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഏജൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ലഗേജസൊക്കെ എടുത്ത് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. നമ്മുടെ ഏജൻറ്റ് ബസ്സിലേക്ക് നമ്മൾ കയറി. നമുക്ക് മത്സുയാമയിൽ നിന്നും സൈജോ എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അവിടുത്തെ ഷിപ്പ് യാർഡിലാണ് നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് മത്സുയാമയിൽ നിന്നും സൈജോയിലേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ജപ്പാനിലെ വിൻ്ററിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ് നമ്മൾ ജപ്പാനിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തായിരുന്നു ജപ്പാനിലെ ടെമ്പറേച്ചർ. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് 0 ഡിഗ്രി -ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ പോയിരുന്നു. അങ്ങനെ ബസ് വീണ്ടും കുറേ ദൂരം കൂടി ഓടി സൈജോ സിറ്റിയിലേക്ക് എത്തി. സിറ്റി എന്ന് മാത്രം പറയാൻ അത്ര വലിപ്പമുള്ളൊരു നഗരമൊന്നും അല്ല സൈജോ. ഒരു വലിയ ടൗൺ എന്ന് പറയാം. സൈജോ സിറ്റിയിലുള്ള ഒരു ഷിപ്പ് യാർഡിലാണ് നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അടുത്ത 10-12 ദിവസത്തേക്ക് നമ്മൾ സൈജോയിലായിരിക്കും സ്റ്റേ ചെയ്യുക.